ഹായ്. ഇന്ന് സ്റ്റോർ അറ്റൻഡർ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവനയാണ് ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഒന്നില്ലാത്തത് നോക്കിയാൽ മതി ആൻസറിൽ. അപ്പോൾ എയും സിയും ഡിയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബി ആയിരിക്കും അതിന് ആൻസർ. 2 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. അതായത് ഗാന്ധിജി അല്ല കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. 1929 ലാഹോർ സെഷനിൽ നെഹ്റു ആയിരുന്നു. രണ്ടാമത്തെയാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളേവ. ഒന്നാമത്തെയാണ് ഖേദ സമരം 1918. രണ്ടാമത്തെയാണ്, അത് ശരിയാണ്. രണ്ടാമത്തെ മീററ്റ് സമരം, അത് തെറ്റാണ്. മൂന്നാമത്തെയാണ് ചമ്പാരൻ സമരം 1917, അതും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് ഇതിൽ ആദ്യകാല സമരങ്ങൾ പെടുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം എന്നിവ. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെ? അപ്പോൾ ഒന്നാമത്തെയാണ് മൗണ്ട് ബാറ്റൺ പ്രഭു, അത് അംഗമല്ലായിരുന്നു. രണ്ടാമത്തെയാണ് ഇർവിൻ പ്രഭു, അത് അംഗമല്ല. മൂന്നാമത്തെയാണ് AV അലക്സാണ്ടർ, അംഗമായിരുന്നു. നാലാമത്തെ സ്റ്റഫോർഡ് ക്രിപ്സ്, അത് അംഗമായിരുന്നു. അപ്പോൾ അംഗമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്, 1ഉം 2ഉം എന്ന ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. നാലാമത്തെ ക്വസ്റ്റ്യനാണ്, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെയാണ് 1798 നടപ്പിലാക്കിയിട്ടുള്ളത്, അത് ശരിയായിട്ടുള്ളതാണ്. രണ്ടാമത്തെയാണ് കേഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്, അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നുള്ളത് നമുക്ക് ക്യാൻസൽ ചെയ്യാം, എയും സിയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി 2 എന്ന് പറയുന്നത് അത് ബന്ധപ്പെടാത്ത പ്രസ്താവന. മൂന്നാമത്തേത് അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം, അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ബന്ധപ്പെടാത്ത പ്രസ്താവന ഓപ്ഷൻ ബി 2 മാത്രം എന്നതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയപ്പെട്ട പേരുകൾ. ഒന്നാമത്തേന്ന് പറയുന്നത് മൗലാന മുഹമ്മദ് അലിയാണ്. മൗലാന മുഹമ്മദ് അലി ഖിലാഫത്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. പിന്നെ അടുത്തത് മുഹമ്മദ് അലി ജിന്ന, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. പിന്നെ സലീം അലി, അതും ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അടുത്ത 4മത്തെയാണ് മൗലാന ഷൗക്കത്ത് അലി, അത് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും 1ഉം 4ഉം എന്ന ഓപ്ഷൻ സി ആയിരിക്കും അതിൻ്റെ ആൻസർ. 6മത്തെയാണ്, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്? നിർദ്ദേശക തത്വങ്ങൾ DPSP എന്ന് പറയുന്നത് എവിടെ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്? അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. ഫണ്ടമെൻ്റൽ റൈറ്റ് എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? അത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഫ്രാൻസിൽ നിന്നാണെങ്കിൽ റിപ്പബ്ലിക് എന്ന ഇത് കടമെടുത്തിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ്. 7മത്തെ ക്വസ്റ്റ്യനാണ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, മണിപ്പൂരാണ്. 8മത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, രാജേന്ദ്ര പ്രസാദാണ്. 9മത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, രാജസ്ഥാനാണ്. 10മത്തെ ക്വസ്റ്റ്യനാണ്, താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? അത് പാർലമെൻറ്റിനാണ് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അർഹത ഉള്ളത്. പിന്നെ 11മത്തെ ക്വസ്റ്റ്യനാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. 1മത്തെയാണ് വൈക്കം സത്യാഗ്രഹം TK മാധവൻ, അത് ശരിയാണ്. 2മത്തെയാണ് പാലിയം സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ, അത് തെറ്റാണ്. അപ്പോൾ ഒന്നുള്ളത് ഒഴിവാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി 2 തെറ്റാണ്. അപ്പോൾ സിയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി 3മത്തെ നോക്കാം, ഗുരുവായൂർ സത്യാഗ്രഹം K കേളപ്പൻ, അതും ശരിയാണ്. അപ്പോൾ ഡിയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. 12മത്തെ ക്വസ്റ്റ്യനാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? അതിൽ ഫസ്റ്റിലെ ഇതാണ് വേദാധികാര നിരൂപണം, അത് ശരിയാണ്. 2മത്തെയാണ് ആത്മോപദേശ ശതകം, അത് തെറ്റാണ്. അഭിനവ കേരളം, അതും തെറ്റാണ്. പിന്നെ ആദിഭാഷ, അത് ചട്ടമ്പി സ്വാമികളുടെയാണ്. അപ്പോൾ 1ഉം 4ഉം എന്ന ഓപ്ഷൻ എ ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. 13മത്തെ ക്വസ്റ്റ്യനാണ്, ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? അതിൽ 1മത്തെയാണ് കോവിലകത്തും വാതുക്കൽ, അതുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ 2മത്തെയാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചു, അതും ശരിയാണ്. 3മത്തെയാണ് കുളച്ചൽ യുദ്ധം നടന്നു, അത് തെറ്റാണ്. അപ്പോൾ 2 ശരിയാണ്. അപ്പോൾ അതിൽ എയും ബിയും
ബിയിലും സിയിലും എന്തുണ്ട്? 3 ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 1 മാത്രം എന്നതാണ് എ ഓപ്ഷൻ. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, 1, 2, 4 എന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികളാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 1ാമത്തെ പ്രസ്താവനയാണ്, കേരളത്തിൽ ആദ്യത്തെ സംഘടിത കലാപമാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. 1721 ഇത് നടന്നത്. ഇതും ശരിയാണ്. 3ാമത്തെ, കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. അതും ശരിയാണ്. 4ാമത്തേതാണ്, മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. അത് തെറ്റാണ്. അപ്പം 4ാമത്തെ മാത്രമാണ് അതിൽ തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി 4 മാത്രം എന്നതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം ഏതാണ്? അതിൻ്റെ ആൻസർ 2ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ഫ്രാൻസിനായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന വേൾഡ് കപ്പിൽ ആരാണ് ഫസ്റ്റ് സ്ഥാനം കിട്ടിയിട്ടുള്ളത്? സ്പെയിനും. 2ാമത്തെ സ്ഥാനം കിട്ടിയത് അർജൻറ്റീനയാണ്. പിന്നെ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഇടുക്കിയിലാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, കരിമ്പ്, സോയാബീൻ, അതൊക്കെയാണ് ഖാരിഫ് വിള വരുന്നത്. അപ്പോൾ ഇതിൽ നെല്ല്, ചോളം, പരുത്തിയൊക്കെയും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ബാർലിയാണ് ഇതിൽ പെടാത്തത്. ഓപ്ഷൻ ബി ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ബാർലി ഏതിലാണ് പെടുക? റാബി വിളകളിലാണ് പെടുക. ബാർലി, കടല, അതൊക്കെ റാബി വിളകളാണ്. സൈദ് വിളകൾ എന്തായിരിക്കും? തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, അങ്ങനത്തൊക്കെയാണ് വരുന്നത്. പിന്നെ 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്നാണ്? അത് 1998 മെയ് 17 അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പെരുങ്കുളമാണ്. 21, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെൻറ്റിനും ചരക്ക് സേവന നികുതി അതായത് GST സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? GST ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? 101ാം ഭരണഘടനാ ഭേദഗതിയാണ്. അത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 22ാമത്തേതാണ്, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഡോക്ടർ MS സ്വാമിനാഥനാണ്. 23, 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, NK സിംഗ് ആണ്. ഇപ്പോൾ നിലവിലുള്ളത് 16ാമത്തെയാണ്, അരവിന്ദ് പനഗരിയാണ് ഫൈനാൻസ് കമ്മീഷൻ്റെ ചെയർമാനായിട്ടുള്ളത്. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ്. അപ്പോൾ 1ാമത്തെയാണ്, പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. അത് ശരിയാണ്. 2ാമത്തെയാണ്, പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി. അതും ശരിയാണ്. 3ാമത്തെയാണ്, നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജാനുവരി 1. അതും ശരിയാണ്. അപ്പോൾ 1, 2, 3 ശരിയാണ്. പിന്നെ 4ാമത്തെയാണ്, ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന PC മെഹലനോബിസാണ്. അതും ശരിയാണ്. അപ്പോൾ 4ഉം ശരിയായിട്ടുള്ള ഓപ്ഷൻ ബി ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. 25, പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? അതിന് ആൻസർ വരുന്നത് കറുത്ത മണ്ണാണ്. പിന്നെ 26ാമത്തേതാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ളത്. 27ാമത്തെയാണ്, പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, കണ്ടൽ വനങ്ങളാണ്. 28, ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? അത് ഓപ്ഷൻ സി ആണ്, നർമ്മദയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 2 നദികളിൽ പെട്ടതാണ് നർമ്മദയും താപ്തിയും ഉണ്ടാവും. അപ്പോൾ നർമ്മദയാണ് ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? അതിന് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്നാണ്.
പിന്നെ 30-ാമത്തെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. 31-ാമത്തെയാണ് മിഷൻ ഭൂമിപുത്ര ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ആസാമാണ്. 32-ാമത്തെയാണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, മലപ്പുറമാണ്. 33-ാമത്തെയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ. അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. ഓപ്ഷൻ എ ആയിരിക്കും. പിന്നെ 34-ാമത്തെ ക്വസ്റ്റ്യനാണ്, ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, NH 744. 35-ാമത്തെ ക്വസ്റ്റ്യനാണ്, ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ്? ഓപ്ഷൻ ബി, വയനാട്. 36, കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ്? ഓപ്ഷൻ ഡി ആണ്, പാലക്കാടാണ്. 37-ാമത്തെ ക്വസ്റ്റ്യനാണ്, ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇടുക്കിയാണ്. 38-ാമത്തെ ക്വസ്റ്റ്യനാണ്, കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശമാണ്? നൂറനാട്. 39-ാമത്തെ ക്വസ്റ്റ്യനാണ്, ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ, കണ്ണൂരാണ്. 40-ാമത്തെ ക്വസ്റ്റ്യനാണ്, അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? അതിന് ആൻസർ ഓപ്ഷൻ സി, വെള്ളായണിക്കായലിലാണ്. 41, കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കുമളിയാണ്. 42-ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? അതിന് ആൻസർ ഓപ്ഷൻ എ, ആലുവയിലാണ്. 43-ാമത്തെ ക്വസ്റ്റ്യനാണ്, കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? അതിന് ആൻസർ ഓപ്ഷൻ സി, മേപ്പാടിയാണ്. 44, ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും, അയണോസ്ഫിയർ ആണ്. 45, നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്, അതായത് CEO നിയമിക്കുന്നത് ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി, പ്രധാനമന്ത്രിയാണ്. നിലവിലെ CEO ആരാണ്? നിധി ചിബ്ബറാണ്. പിന്നെ 46-ാമത്തെ ക്വസ്റ്റ്യനാണ്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. അതിന് ആൻസർ ഓപ്ഷൻ സി, 1098 ആണ്. 47-ാമത്തെയാണ്, വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, വൈലോപ്പിള്ളി ശ്രീധര മേനോൻ്റെയാണ്. 48-ാമത്തെ ക്വസ്റ്റ്യനാണ്, എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്? ഓപ്ഷൻ എ, ജൂളാണ്. 49, ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, തെലങ്കാനയാണ്. 50-ാമത്തെ ക്വസ്റ്റ്യനാണ്, 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്താണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചതാണ്. 51-ാമത്തെയാണ്, ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ ഏത്? അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രചന്താണ്. 52-ാമത്താണ്, വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏത്? അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, നൂറുമേനി. 53-ാമത്തെ ക്വസ്റ്റ്യനാണ്, വിറ്റാമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1-ാമത്തെയാണ്, വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോളാണ്. അത് ശരിയാണ്. രണ്ടാമത്തെയാണ്, വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. അതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ് എന്ന ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 54-ാമത്തെ ക്വസ്റ്റ്യനാണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സ്റ്റേപ്പിസ് ആണ്. അത് ചെവിയിലാണുള്ളത്. പിന്നെ 55-ാമത്തെയാണ്, കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? അതിന് ആൻസർ ഓപ്ഷൻ സി, മണ്ണുത്തി, തൃശ്ശൂരാണ്. 56-ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, തെന്മല എക്കോ ടൂറിസം. 57, നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൃക്കയാണ്. 58-ാമത്തെയാണ്, 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? അപ്പം അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള സ്വാന്തേ
പേബോയാണ്. ഇപ്പോൾ നിലവിൽ 2025 ലേറ്റസ്റ്റ് നോബൽ കിട്ടിയിട്ടുള്ളത് വൈദ്യശാസ്ത്രത്തിന് കിട്ടിയിട്ടുള്ളത് മേരി ബ്രങ്കോ US ആണ്, ഫ്രെഡ് റാംസ്ഡൽ US ആണ്, ഷിമോൺ സക്കാഗുച്ചി ജപ്പാനാണ്. രോഗപ്രതിരോധ സംവിധാനത്തിലെ ഗവേഷണത്തിനാണ്. അതായത് രോഗപ്രതിരോധ വ്യവസ്ഥ ശരീരകോശങ്ങളെ തന്നെ ആക്രമിക്കുന്നത് തടയുന്ന പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന സവിശേഷത സംബന്ധിച്ച കണ്ടെത്തലുകൾക്കാണ് മെഡിസിന് നോബൽ ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 59 കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മധ്യപ്രദേശാണ്. 60 രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതു ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, അതിൻ്റെ പിണ്ഡമാണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതു ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക മോഡേൺ പീരിയോഡിക് ടേബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനം 61C ആണ്. 62 ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? മെർക്കുറിയുടെ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ്, സിനാബാർ ആണ്. 63 പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏതു കാരണം കൊണ്ടാണ്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് പ്രഷർ കുക്കറിൽ മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില എന്ത് ചെയ്യും? വർദ്ധിക്കുന്നത് കൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 64 ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നതിൽ ഏതു ഗുണമാണ്? അതിൻ്റെ ആൻസർ ജഡത്വമാണ്, ഇനേർഷ്യയാണ്. 65 ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, കേരള ഹൈക്കോർട്ട്. 66 സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ്? ആദിത്യ L1 ആണ്. 67ാമത്തെയാണ് കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസമാണ് 8 ദിവസമാണ്, ഓപ്ഷൻ എ. 68 പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്, ഓപ്ഷൻ ബി ആണ്, ബ്രോങ്കൈറ്റിസ് ആണ്. 69 ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി, ജനീവയാണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ സി, കരളാണ്. 71 ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത്? ചലനരഹിതമാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, തലയോട്ടിയിലെ സന്ധിയാണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. അതിന് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി, വൃക്കയാണ്. 73 ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏതാണ്? ഹൃദയത്തിന് 4 അറകളുള്ളത് മനുഷ്യർക്ക് 4 അറകളാണ്, അപ്പോൾ ഓപ്ഷൻ ബി ആണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? അതിൻ്റെ ആൻസർ കെ മുരളീധരനാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ സമയത്ത് ഉണ്ടായിരുന്നത് വീണ ജോർജ് ആയിരുന്നു. ഇപ്പോൾ 2026 കെ മുരളീധരനാണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ബിയും സിയു ആയിരിക്കും വെള്ളത്തിൽ ലയിക്കുന്നത്. അപ്പോൾ ബി ആണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡി ആയിരിക്കും. ഡി, വൈറ്റമിൻ ബി ആണ് വെള്ളത്തിൽ ലയിക്കുന്നത്. പിന്നെ 76ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ്? ഓപ്ഷൻ എ ആണ്, താലോലം എന്നത്. 77 മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, 206. 78 ജീവിതശൈലീ രോഗത്തിന് ഒരു ഉദാഹരണം. ജീവിതശൈലീ രോഗത്തിന് ഒരു ഉദാഹരണമാണ് ഓപ്ഷൻ എ, ബ്ലഡ് പ്രഷർ. 79ാമത്തെയാണ് ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? അത് 79 ഓപ്ഷൻ ബി ആയിരിക്കും, വൈറസ് ആണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? അതിന് ആൻസർ കോളറയാണെങ്കിൽ ബാക്ടീരിയ രോഗമാണ്. ഇപ്പോൾ 80 GK പാർട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.